റിയൽമി തങ്ങളുടെ ടെക് ലൈഫ് ഇക്കോസിസ്റ്റം പ്രോഡക്റ്റുകൾ പുറത്തിറക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ബ്രാൻഡ് കൂടി ആരംഭിച്ചിരിക്കുന്നു, DIZO. അത്തരത്തിൽ DIZO പുറത്തിറക്കിയ അവരുടെ ആദ്യ 2 പ്രോഡക്റ്റുകളാണ് DIZO GoPods D എന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റും അതുപോലെ DIZO വയർലെസ് എന്ന കോളർ ബാൻഡ് ടൈപ്പുള്ള വയർലെസ് ഹെഡ്സെറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇതിനകത്തെ ആദ്യത്തെ പ്രോഡക്റ്റായിട്ടുള്ള DIZO GoPods Dയുടെ വിശേഷങ്ങളാണ്. ആദ്യം നമുക്ക് ഇന്ന് DIZO GoPods D അൺബോക്സ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് DIZO വയർലെസ് എന്ന നെക്ക് ബാൻഡും അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പ് അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയട്ടെ, പലരും പറയുന്നുണ്ട് റിയൽമിയുടെ എന്താ പറയുന്നത് കേരളത്തിലെ പ്രചാരകനാണ് ഞാനെന്നൊക്കെ. ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ റിയൽമിയുടേതായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം പറയുന്നത്. അത് എൻ്റെ ഗുണം കൊണ്ടോ കഴിവുകൊണ്ടൊന്നുമല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിലൂടെ കാണുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നത് റിയൽമി പ്രോഡക്റ്റുകൾ തന്നെയാണ്. കാരണം സാധാരണക്കാർക്ക് ഒതുങ്ങുന്ന രീതിയിൽ മികച്ച പ്രൈസിങ്ങിലാണ് റിയൽമി ഓരോ പ്രോഡക്റ്റും ഇറക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അവർ വീണ്ടും വീണ്ടും നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കൂടുതൽ പ്രോഡക്റ്റ് തരുന്നത്. അല്ലാതെ അത് എൻ്റെ മിടുകൊണ്ടൊന്നും അല്ല അത്തരത്തിൽ റിയൽമി കൂടുതൽ പ്രോഡക്റ്റുകൾ തരുന്നത്. എന്തിനായാലും റിയൽമിയുടെ ഈ ഒരു പുതിയ എക്കോസിസ്റ്റം, പുതിയ ബ്രാൻഡ് DIZO ആരംഭിച്ചപ്പോഴും അതിലെ ആദ്യ പ്രോഡക്റ്റുകളും നിങ്ങളെ പരിചയപ്പെടുത്താൻ നമുക്ക് അവസരം കിട്ടിയെന്നതിൽ വളരെ സന്തോഷം. എനിവേ, ഈ ഒരു ബോക്സിനകത്താണ് DIZO GoPods D എന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വരുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്ത് പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് ഇത് ചാർജ് ചെയ്യുന്നതിനുള്ള മൈക്രോ USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ Type C ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. കാരണം ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളോടൊപ്പം Type C ആണ്. ഞാൻ അതുകൊണ്ട് അറിയാതെ Type C ആയിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് Type C എന്ന് പറഞ്ഞു വന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു യൂസർ ഗൈഡും കൊടുത്തിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കുന്നു. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു ഇയർ ബഡുകളാണ്, എക്സ്ട്രാ ഇയർ ടിപ്സുകളാണ് നൽകിയിരിക്കുന്നത്. ഇതേ ഇരിക്കുന്നു നമ്മുടെ പ്രോഡക്റ്റ്. അതിലേക്ക് വരാം. ഈ ഒരു DIZOയുടെ GoPods D എന്ന വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ഈ ഒരു ചാർജിങ് കേസ് കാണുമ്പോൾ നമുക്ക് റിയൽമി അടുത്തിടെ പുറത്തിറക്കിയ റിയൽമി ബഡ്സ് Q2ൻ്റെ സെയിം ചാർജിങ് കേസ് പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരേ ബ്രാൻഡല്ലേ, എൻ്റെ സബ് ബ്രാൻഡ് പോലെ ആവും ഇനി DIZO എന്ന് തോന്നുന്നു. എന്തുതന്നെയായാലും ആ ഒരു സെയിം ഡിസൈൻ തന്നെ ഈ ഒരു ചാർജിങ് കേസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ ഇത് റിയൽമിയുടെ ബഡ്സ് Q2 ആണ്. ഇതിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ DIZOയുടെ ഈ ഒരു ചാർജിങ് കേസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. യെസ്, അപ്പോൾ ഇതേ ഇരിക്കുന്നു ആ ഒരു ഇയർ ബഡുകൾ. അത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാർജിങ് കേസിനകത്ത് ബാക്കിലാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് നൽകിയിരിക്കുന്നത്, മൈക്രോ USB പോർട്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ഫിറ്റൊക്കെ ഓക്കെയാണ്, ഭയങ്കര സംഭവമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഫിറ്റാണ് ഈ ഒരു ചാർജിങ് കേസിന് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ ഈ ചാർജിങ് കേസ് കൈ പിടിച്ചാൽ തന്നെയും നല്ല ഒരു ക്വാളിറ്റി, ഒരുവിധം ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചീപ്പ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല എന്ന് ഓർമ്മിച്ചോളട്ടെ എന്ത് തന്നെയായാലും. കാരണം ഇതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടാൻ പോകുന്നത്. വളരെ നല്ലൊരു പ്രൈസിലാണ് റിയൽമി DIZO എന്ന സബ് ബ്രാൻഡിൽ ഈ ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കറുണ്ട്, അത് ഇതുപോലെ ഒഴിവാക്കുന്നു. 2 എണ്ണത്തിലുണ്ട്. ആ ഒരു ചാർജിങ് പോർട്ടിൽ തട്ടുന്ന ആ ഒരു പോർഷനായിരുന്നു അങ്ങനെ ബ്ലോക്ക് ചെയ്തിരുന്നത്. ഇനി ഇതാ ഇവിടെ ഒരു സ്റ്റിക്കർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് ടച്ച് കൺട്രോളുകളുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, അതും ഇതുപോലെ ഒഴിവാക്കുന്നു. എനിവേ, കാണാൻ നല്ല രസമുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ടച്ച് ഏരിയയിൽ കോൺസെൻട്രിക് സർക്കിൾസ് പോലെയുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ കാണാൻ നല്ലൊരു ഭംഗി ഈ ഒരു ഇയർ ബഡിന് ഉണ്ട് എന്ന് പറയട്ടെ. അതുപോലെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയും നമ്മൾ ഇത് ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെവിയിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയുകയില്ല. വളരെ ലൈറ്റ് വെയ്റ്റ്, പൂ പോലെ തോന്നും കേട്ടോ. ഒരു പൂമൊട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീലാണ്. വലിയ വെയിറ്റ് ഒന്നുമില്ല. അതുപോലെ ഞാനിപ്പോൾ ചെവിക്കകത്തേക്ക് വെച്ചു. പെർഫെക്റ്റ് ഫിറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ചില വളരെ വില കൂടിയ വയർലെസ് ഹെഡ്സെറ്റുകൾ പോലും അടുത്തിടെ പരിചയപ്പെടുത്തിയ ചിലതുണ്ട്. അതൊക്കെ വെക്കുമ്പോൾ തന്നെ ചെവിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കണ്ടില്ലേ, ഒരു ബട്ടൺ ചെവിക്കകത്തിരിക്കുന്ന പോലെ അത്രയും ഉള്ളിലേക്ക് ഇരിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ഫിറ്റ്. അതുപോലെ ഇത് ചെവിയിലേക്ക് വെക്കുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ചെവി പൊത്തിപ്പിടിക്കുന്നത് പോലെയുള്ളൊരു എഫക്റ്റിൽ ഒരു പാസീവായിട്ട് നോയ്സ് ക്യാൻസലേഷൻ നൽകുന്നുണ്ടെന്നും പറയട്ടെ. എനിവേ, ഫിറ്റിംഗ് ഓക്കെയാണ്. ഉണ്ടോ, ഞാനിപ്പോൾ തലയൊക്കെ ഇട്ട് കുലിക്കാലോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ നമ്മുടെ ചെവിയിൽ നിന്ന് ഇത് തെറിച്ചു പോവുകയില്ല. പലരും ഇത്തരത്തിലുള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇത് തെറിച്ചു പോകുന്നത്. ഒരിക്കലും ബൈക്കിലൊക്കെ പോകുമ്പോൾ പാട്ട് കേട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയെ അത് ബാധിക്കും. എന്നിരുന്നാലും തെറിച്ചു പോകില്ലെന്ന് ഉറപ്പാണ് ഇപ്പോൾ ഈ ഒരു ഫിറ്റിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. DIZO GoPods Dയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 mm സൈസാണ്.
10mm സൈസുള്ള ഡ്രൈവർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്പീക്കറിൻ്റെയൊക്കെ സൈസ് പറയില്ല, ആ ഒരു ഡയഫ്രത്തിൻ്റെ സൈസ് അതനുസരിച്ചിട്ടാണ് ബാസ് കൂടുന്നത്. അതുപോലെ ഇതിനകത്ത് 10mm ഡ്രൈവർ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ നല്ല ഒരു ബാസിനായിരിക്കും മുൻതൂക്കം എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കും. അത്രയും വലിയൊരു സൈസാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ബാസ് ബൂസ്റ്റ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്. 20 മണിക്കൂറാണ് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് ചാർജിങ് ലഭിക്കുന്നത്. അതായത് ഈ ഒരു ചാർജിങ് കേസ് എന്ന് പറയുന്നത് 400 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ഇയർബഡിനും 40 mAh വീതം ബാറ്ററിയാണ് ഓരോ ഇയർബഡിലും നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 മണിക്കൂർ കണ്ടിന്യൂസ് ഒറ്റ ചാർജിൽ നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ 4 പ്രാവശ്യം വീണ്ടും വീണ്ടും നമുക്ക് ഈ ഒരു ചാർജിങ് കേസിൽ ഇറക്കി വെച്ചുകൊണ്ട് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം. മൊത്തത്തിൽ 20 hours ഈ ഒരു ചാർജിങ് കേസ് കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് GoPods Dക്കകത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ചാർജിങ്ങിനുള്ള മൈക്രോ USB മാറി അത് USB Type C ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേനെ എന്നെനിക്ക് തോന്നി. അതുപോലെ ഇതിനകത്ത് ഗെയിം മോഡ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വയർലെസ് ഹെഡ്സെറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യവും കേൾക്കുന്ന ശബ്ദവും തമ്മിലൊരു ഡിലേ ഉണ്ടാകാറുണ്ട് പൊതുവിൽ. ആ ഒരു ഡിലേ പരമാവധി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ലോ ലേറ്റൻസി ആക്കുന്നതിന് വേണ്ടിയിട്ട് 110 millisecond ആണ് ഇതിനകത്ത് ലേറ്റൻസി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ആ ഒരു ഡിലേ പരമാവധി കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഗെയിമുകളൊക്കെ കളിക്കുമ്പോഴും നമുക്ക് ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിക്കാം എന്നുള്ളത് പ്രത്യേകതയാണ്. അതുപോലെ ഈ കാണുന്ന ഭാഗത്ത് ഇതുപോലെ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കേൾക്കുന്ന പാട്ട് കൺട്രോൾ ചെയ്യാനും അല്ലെ കോൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ട് പോസ് ചെയ്യാനും പോസ് ചെയ്ത പാട്ട് പ്ലേ ചെയ്യാനും സാധിക്കും. അതുപോലെ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ട്രിപ്പിൾ ടാപ്പാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് പാട്ടിലേക്ക് മാറും. അതുപോലെ 2 സെക്കൻഡ് നേരം നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് വരുന്ന കോളിനെ റിജക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 2 സൈഡും നമ്മൾ 2 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഗെയിം മോഡിലേക്ക് കയറാനും ഗെയിം മോഡിൽ നിന്ന് എക്സിറ്റ് ആകാനുമുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കും. അടുത്തതായിട്ട് നമുക്കിത് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്ത് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഫോണിനകത്ത് സെറ്റിങ്സ് നോക്കുമ്പോൾ തന്നെ ഇതുപോലെ DIZO GoPods D എന്ന് കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പെയർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് പെയർ ചെയ്തു. അടുത്തായിട്ട് ഇനി നമുക്ക് പാട്ട് കേട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യാം. പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് ഡബിൾ ടാപ്പ് ചെയ്താൽ പാട്ട് പോസായ പാട്ട് വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്ലേ ആകും. ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പാട്ടിലേക്ക് ഇതുപോലെ മാറി പോകും. അതുപോലെ ഇടത്തെ സൈഡിലേതാണ് നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് പാർട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബാസിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. മനസ്സിലാവും, നല്ല ബാസ്, ഒരു വലിയ സ്പീക്കറിൽ നിന്നൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന തരത്തിലൊരു ബാസ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മികച്ചൊരു പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്കറിയാം റിയൽമിയുടെ ഈ ഒരു DIZO എന്ന് പറയുന്ന ബ്രാൻഡ് നല്ല കോമ്പറ്റീറ്റൻ്റ് ആയിട്ടുള്ള പ്രൈസിൽ പ്രോഡക്റ്റ് ആദ്യം തന്നെ ഇറങ്ങിയെങ്കിലേ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയും മികച്ച ഒരു പ്രൈസിലാണ് ഈ ഒരു GoPods D പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻട്രഡക്ടറി ഓഫർ എന്ന നിലയിൽ 1399 രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ DIZO വിൽക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം DIZOയുടെ തന്നെ വയർലെസ് നെക്ക് ബാൻഡിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.